ഓട്ടം തീരാറായില്ലേ? ഓട്ടം തേ ഓട്ടം തന്നെ ഭയങ്കര കാറ്റും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു. പണിയെടുക്കാൻ വന്ന ഒരാൾ കണ്ടോ, മടിയായിട്ട് കയറിയിരിക്കണോ കണ്ടോ, പറഞ്ഞു ഇതേ തൂമ്പെടുത്തോണ്ട് പണിയാൻ പോയിക്കണ്. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. ഹായ്, നമസ്കാരം. നമ്മുടെ വിൻ്റർ ഫാമിങ് തുടങ്ങാൻ പോവാ. സമ്മറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതാ. നമ്മുടെ ഇവിടെ സെറ്റായിരുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുക്കുംബറും ബീൻസ് പരിപാടികളെല്ലാം പോയി. മുന്തിരിയൊക്കെ ആണെങ്കിലും പറിച്ച് കഴിഞ്ഞ്, മുന്തിരിയുടെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് തക്കാളി വേണ്ട, കുഞ്ഞി തക്കാളികൾ കുറച്ച് നമ്മൾ പറിച്ചില്ല, ഞാൻ ക്ലീൻ ചെയ്ത് വന്നുള്ളത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ ഏരിയയുടെ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റും. നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസ് മല്ലിയില ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറോടുകൂടി എടുക്കാൻ പാകത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവണ നമുക്ക് അതിടാന്നുള്ള പരിപാടിയിലാണ് നമ്മുടെ വിൻ്റർ ഫാമിങ്ങിൽ ഞാൻ വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കട്ടെ. അതൊക്കെയാണ് ഈ കൊല്ലം ഈ പ്രാവശ്യം ചെയ്യാൻ പോണേ. മുന്തിരിയൊക്കെ പോയി തവണ, മുന്തിരി നമുക്ക് കിട്ടിയില്ലേ, മുന്തിരിയുടെ വൈൻ ഉണ്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബോട്ടിൽ. 40 എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 43 ലിറ്റർ ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നിന്നൊരു 3 ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ നിന്ന് ഊറ്റി മാറ്റി കഴിയുമ്പോഴത്തേക്കും 3 ലിറ്റർ പോകും. കഴിഞ്ഞ ദിവസം ചാച്ച ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഉണ്ടല്ലായിരുന്നു, വൈൻ ഉണ്ടാക്കണേം ചാച്ച ഉണ്ടാക്കണതിൻ്റെ ഒക്കെ. നമ്മൾ ഈ കുഞ്ഞി കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് കാണിക്കാത്തത്. എന്നാൽ നല്ല റെഡ് വൈന് നമുക്കൊരു 40 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഡാനിയുടെ കൂടി ഇതൊക്കെ മൊത്തം അഴിച്ച് പറക്കി നന്നാക്കി എടുക്കട്ടെ കേട്ടാ. വാ, അയച്ചിട്ടില്ലടാ. നാനി നോടാ, അത്രയും കഴിഞ്ഞു. പയറ് ചേർക്കണം. അത് പറിക്കണ്ട, അത്തല് മുളക് കയറി കിടപ്പണ്ട. നമ്മുടെ അച്ചിങ്ങാപ്പയർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി ഒരുമാതിരി അച്ചിങ്ങാപ്പയറും ഉണ്ട്, മുളകും ഉണ്ട്. ബാക്കി ഒരുമാതിരി എല്ലാം തന്നെ പോയി. അതുകൊണ്ടോ നമ്മുടെ വാഴയുടെ അവസ്ഥ വെച്ച്, വാഴ കംപ്ലീറ്റ് ഒരാഴ്ച ആയിരുന്നിട്ട് കാറ്റായിരുന്നു, മുടിഞ്ഞ കാറ്റായിരുന്നു. കാറ്റ് മൊത്തം അതുപോലില്ല. അച്ചിങ്ങ ഇനി പയറായിട്ട് പറിക്കാൻ പാത്തുന്നത് എല്ലാം ചെടിയുടെ മേളിക്കട കയറി കിടക്കുന്നത് അത് ഇതൊക്കെ ബാക്കിയുള്ളൂ. ആ ചില്ലി വീണ് കിടക്കണുണ്ടോ, അതൊക്കെ കുത്തി കെട്ടി വെക്കണം. തെക്കടെല്ലാം മുളക് കെട്ടി വെച്ചോ പോകുന്നുണ്ടോ? അയച്ചു മതിക്കോ.
നമ്മുടെ പേഴ്സിമോൻ കിടക്കണ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പേഴ്സിമോണത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് കുറേ കിട്ടിയായിരുന്നു ഈ ഫ്രൂട്ട് ഇത്തലി ട്രീയിൽ. പക്ഷേ ഈ കൊല്ലം നമുക്ക് കിട്ടിയില്ല. ഈ കൊല്ലം കുറച്ചേ ഉണ്ടായുള്ളൂ. ഉണ്ടായി, എന്നാലും ഈ കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് കാറ്റ് വന്നിട്ട് അതെല്ലാം ചാടിപ്പോയി. അതിൻ്റെ അകത്ത് എല്ലാം ഞാൻ പറക്കിക്കൊണ്ട് വെച്ച് കേട്ടോ, വീട്ടിൽ കൊണ്ട് വെച്ചത്. അത് ആവശ്യത്തിന് എടുത്ത് കഴിക്കുന്നുണ്ട്. നമ്മുടെ വാഴയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാഴയുടെ അവസ്ഥ ഭയങ്കര മോശമായിപ്പോയി. വാഴ ഇടിച്ച് പിടിച്ച് മൊത്തം പോയി. ഇവിടെ വിൻ്ററായി. ഇതുണ്ടോ എല്ലാം ദേ നമ്മുടെ കെമാലി, നമ്മുടെ പ്ലംസ് ട്രീ ഒക്കെ നിൽക്കണുണ്ടോ, പ്ലംസ് ട്രീ ഒക്കെ കംപ്ലീറ്റ് ആണെങ്കിലും ഇലയൊക്കെ കൊഴിഞ്ഞു. ഇത് നമ്മുടെ ഹേസിൽ നട്ട്സിലാണ് ഇതുണ്ട് നമ്മുടെ പയറ് കയറി കിടക്കണേ. ഓട്ടം തീരാറായില്ലേ? ഓട്ടം തന്നെ ഭയങ്കര കാറ്റും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു. പണിയെടുക്കാൻ വന്ന ഒരാൾ കണ്ടോ, മടിയായിട്ട് കയറിയിരിക്കണോ കണ്ടോ, പറഞ്ഞു ഇതേ തൂമ്പെടുത്തോണ്ട് പണിയാൻ പോയിക്കണ്. നമ്മുടെ കണ്ടോ ചെറുനാരങ്ങയാണേലും ഇതണ്ട എല്ലാം പയ്യെ പഴുത്ത് തുടങ്ങി. വേണ്ട ചെറുനാരങ്ങ പഴുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ കൊടുത്ത മണ്ണൊക്കെ കാട്ടിക്കോടെ കയറി. നീ എവിടെ പോയല്ല ആരുണ്ട്? അതെ ചെറുനാരങ്ങ പറിച്ചുകൊണ്ടുവന്നുണ്ടോ? ഡാനിയോട് പുള്ളിക്കടുത്ത് പഴുത്ത നാരങ്ങ പറിക്കാൻ പോയി പറിച്ചുകൊണ്ടുവന്നത്. അതെ ചെറുനാരങ്ങ പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. പോയി പറിച്ചുകൊണ്ടുവന്നാ കൊണ്ടു വയ്ക്കാന്നാ. ഉണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഈ കൊല്ലത്തെ കൃഷി ഏതായാലും ഏകദേശം തീരുമാനമായി. ഇനി മൊത്തം കാറ്റ് കൊണ്ട് മൊത്തം ഇതുണ്ടോ പന്തലിട്ടായിരുന്ന പന്തലിൻ്റെ അവിടെയൊക്കെ പൊളിഞ്ഞടിച്ച് താഴെ വീണിട്ടുള്ള അവസ്ഥയാണിത് എല്ലാം. ഈ കൊല്ലത്തെ കൃഷി ഇങ്ങനെ സമ്മർ കൃഷി എടുത്തിരുന്നു. ഇനി വിൻ്ററിൽ ഇനി എന്തൊക്കെ ചെയ്യാന്നുള്ള പുതിയ ഐഡിയകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇന്ന് ഞാനും ഡാനിയുടെ കൂടി റെഡിയാക്കിയ ഇത്രയും സ്ഥലത്തെ കംപ്ലീറ്റ് പറിച്ച് നാളെ ഇവിടെ പയ്യെ കിളച്ച് എടുക്കണം. ഡാനി പോയി മടുത്തിട്ട് പയ്യെ ഇരിക്കണ നോക്കി ഇന്ന് കൂടിയിട്ട് എൻ്റെ കൂടെ പണിയാൻ കൂടി നന്നായിട്ട്. അല്ലാത്തപ്പോൾ തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ വരും. കുറച്ച് എടുത്തേ പുള്ളി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോണ്ട ടീമാ. ഇന്ന് കൂടി ഇതായിരിക്കണം. ഇന്ന് എങ്ങനെയുണ്ട് പണി? ശമ്പളാന വേണം. ചോക്ലേറ്റ് എത്തണ്ട പറ. അല്ലെങ്കിൽ കണക്ക് കുറഞ്ഞ് മേടിക്കണമല്ലോ. ഇതെന്നെ ഒന്നും പറയാതെ ഇവിടെ നോക്കി സംസാരിക്കടാ. എന്നടാ ഇന്നെന്നെ വേണ്ടേ? 1 or 2 ഓക്കെ പോയി മേടിക്കാട്ടാ. പുള്ളിക്ക് ചോക്ലേറ്റ് മേടിച്ചെടുക്കണേ മുന്നേ വേണ്ട. ഇനി തക്കാളി പോയി ജസ്റ്റ്. പിന്നെ ആ കുറച്ചെണ്ണം പുതിയ പൂവിട്ട് വയ്ക്കണില്ലേ, അതുകൊണ്ട് ഞാൻ വലിച്ചു കുറച്ച് കളയാത്തതാ. അതൊക്കെ കണ്ടിട്ട് അവിടെ ആ പന്തലിട്ടുണ്ടേ മൂടി കിടക്കണോണ്ട് പച്ചമുളക് ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കാന്താരി ടൈപ്പ് മുളകൊണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ശരിക്കും. ഇപ്പം ആ പന്തലൊക്കെ പോയിത്തേന്നുണ്ടോ നിറയെ പൂവിട്ട് ഇപ്പം നിറയെ ഉണ്ടായി തന്നെ. ഇപ്പം ശരിക്കും ഉണ്ടായി വന്നുണ്ട്. അവിടെയാണ് എഴുതുന്നുണ്ടോ ഭയങ്കര എരിവായിരുന്നു, നല്ല എരിവാ. എന്താ നമ്മുടെ ഓറഞ്ച് നമ്മുടെ നാട്ടിലെ ഓറഞ്ചല്ല, മുസമ്പി നിറയെ മുസമ്പി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രൂട്ടിൻ്റെ ടൈമായി. ഫ്രൂട്ടിൻ്റെ അല്ല, ഇനിയിപ്പം ഇതൊക്കെ തീർന്നു. ഇനി മാൻഡ്രീനുണ്ട്. മാൻഡ്രീൻ നമ്മൾ പുതിയ തൈ നട്ടിട്ടുള്ളൂ. 5 തൈ വെച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നോ തൈ നടണത്? അത് 5 തൈ വെച്ചിട്ടുണ്ട്. അതൊക്കെ 2 കൊല്ലം കഴിയും ഉണ്ടായി വരാൻ. നമുക്കിപ്പം ഓറഞ്ച് ഇതുണ്ട്, മാൻഡ്രീന് അപ്പാപ്പൻ്റെ എടുത്തിട്ടുണ്ട്. 3-4 ചെടി വലിയ നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പാപ്പൻ്റെ വീട്ടിൽ ഉണ്ടായി കിടപ്പുണ്ട് മാൻഡ്രീന്. പഴുത്ത് തുടങ്ങി, ജസ്റ്റ് അത് മഞ്ഞച്ച് തുടങ്ങിയുള്ളൂ. പളിച്ച് തിന്നാൻ പറ്റില്ല. മധുരവും പുളിയും കൂടെ ഉള്ള ഒരു സെറ്റപ്പിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് നിർത്തുക. വഴുതനങ്ങ ഉണ്ടായിരുന്നു. വഴുതനങ്ങ ആണെങ്കിലും നിറയെ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ട് പയ്യെ മുരടിച്ച് ചീത്തയായി തുടങ്ങി. ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ നടന്ന് അടിച്ചിട്ട് ചീത്തയായതായി പോയതാണെന്ന് തോന്നുന്നത്. കാരണം ഭയങ്കര കാറ്റായിരുന്നു ഒരാഴ്ച. ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നുകൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു. ഇലയൊക്കെ പോയി ഇപ്പം എല്ലാം പറഞ്ഞ കണക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. വിൻ്റർ കൃഷിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രീൻ പീസ് ഇടണേ. ഗ്രീൻ പീസും മല്ലിയില ഇടാം. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം കാണിക്കാം.
ബാക്കി ഒരു കുക്കിംഗ് ഉണ്ട്, കുക്കിങ്ങിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തെ പറമ്പിക്കട പിറ്റ്ബുൾ കിടപ്പുണ്ട് കേട്ടോ. അന്ന് അവരുടെ തന്നെ അയച്ചു വിട്ടേക്കണോ, അതവിടെ കൊണ്ട് കിട്ടിയേക്കണോ. അപ്പോൾ അതെ എല്ലാം പറഞ്ഞ് എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഉണ്ടാവും. അതുവരത്തേക്ക് ബൈ ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.